ഒച്ചേ മോളൊന്ന് സമ്മതിക്കല്ലേ, ഞാൻ ഒന്ന് സമ്മതിക്കേ. എന്റെ അച്ഛൻ ഇങ്ങനെ പുറകെ നടന്ന് എന്നെ വെറുതെ ശല്യപ്പെടുത്തല്ലേ. എടി എന്തോ തെറ്റാണ് അച്ഛൻ ഈ പറഞ്ഞത്, എന്തോ കുഴപ്പം മോൾ എന്തോ പറയുന്നേ. ഇന്ന് അച്ഛൻ ഇറച്ചി വേണം, മോളെ ഇറച്ചി വേണം, ബ്രേക്ക്ഫാസ്റ്റിന് അച്ഛന് ഇറച്ചി വേണം. എന്റെ അച്ഛൻ ഇങ്ങനെ എപ്പോഴും ഇറച്ചി കഴിച്ചാൽ അച്ഛന്റെ ആരോഗ്യം നോക്കണ്ടേ? അറിയത്തിനെന്തോ കുഴപ്പം, അച്ഛൻ ഇപ്പോഴും നല്ല ബോഡിയാ. അച്ഛന്റെ കൊളസ്ട്രോൾ എത്രയെന്നറിയോ? 500 കഴിഞ്ഞ്. അതാ വിജയന്റെ ഒക്കെ ലാബിൽ പോയി നോക്കുമ്പോൾ അവന് തെറ്റിക്കുന്ന. അച്ഛനെ കൊണ്ട് ഭയങ്കര കഷ്ടമാട്ടോ. അച്ഛന് നാട്ടുകാർ മൊത്തം ഇങ്ങനെ കേൾപ്പിക്കും, ഞങ്ങൾ ഇവിടെ ഒന്നും തരത്തില്ലാന്ന് വേണ്ടി. രവിയേട്ടാ ഒന്നിങ്ങോട്ട് ഓടി വന്നേ. രവിബൂട്ടൻ എന്താടി ചോദിക്കെന്താന്ന്. എന്താ രവി, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ബീഫ് വേണം. അച്ഛന് ബീഫാ? ബീഫ് വേണം. ബീഫ് മേടിച്ചില്ല, ശരിയാവൂല. വേണം, എനിക്ക് വേണം. നീ എന്തെങ്കിലും ഇവിടെ വന്ന് എന്റെ കൊച്ചിനെ നീ അന്ന് വന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോയി. അന്ന് മുതൽ പ്രേമിച്ച് കൂടിയല്ലോ നീ ഇവിടെ. അന്നോ ബീഫ് ഞാൻ മേടിച്ചു തരാം. പക്ഷെ ഞാൻ പറയണ അച്ഛൻ കേൾക്കണം. എന്താണ്? എനിക്കൊരു സമ്മതപത്രത്തിൽ അച്ഛൻ ഒപ്പിട്ട് തരണം. സമ്മതപത്രം? എന്താ സമ്മതപത്രം? വേറൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. ഞാൻ മരിച്ചു കഴിയുമ്പോ എന്റെ കിഡ്നി വേറൊരാൾക്ക് ദാനം ചെയ്യുന്നതായിട്ട് ഒരു സമ്മതപത്രം, അതിനകത്ത് അച്ഛനെ ഒരു ഒപ്പിടണം. ഞാൻ പറയുന്നേട്ടോ, അവന് സമ്മതപത്രത്തിൽ ഒപ്പിട്ട് കൊടുക്കണം. അങ്ങോട്ട് ഇട്ട് കൊടുക്ക്. ഇത് ഇവന്റെ കിഡ്നിക്ക് വേണ്ടി ഒപ്പിടാൻ ഞാൻ പറഞ്ഞു. അവന്റെ കണ്ണിന് ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 3.5 സെന്റ് അവൻ എഴുതിയെടുത്തത്. അതുപോലെ തന്നെ ഇനി അവൻ കിഡ്നിയും കൊണ്ട് വന്നേക്കുന്നത് ഈ ബാക്കി 8 സെന്റ് അച്ഛനെ ഒപ്പിട്ട് തരാൻ പറ്റുമില്ലേ? ബീഫ് മേടിച്ച് തരണം. ഞാൻ ഒപ്പിട്ടും തരത്തൊന്നുമില്ല. എന്തൊരു കഷ്ടമാണെന്ന് നോക്ക്. നീ വന്നേ, എനിക്ക് പോകാനുള്ളതാണ്. ആവശ്യമില്ലാത്ത അവനെ കൊണ്ട് ഞാൻ തീറ്റിക്കും. ഞാൻ എന്റെ ശവം ഞാൻ അവനെ കൊണ്ട് തീറ്റിക്കും. അതിപ്പോ എലിയെ പേടി ചില്ലം ചുടേണ്ട കാര്യമില്ലല്ലോ. പണി കൊടുക്കാം. അയ്യോ അച്ഛൻ കിണറ്റ് വീണേ. അയ്യോ അയ്യോ ദൈവമേ. രവിയേട്ടാ ഓടി വന്നതേ. അച്ഛൻ പോയി. എന്താണ് കാര്യം? പോയി. അച്ഛൻ പോണെങ്കിൽ പോട്ടെ, ഏതെങ്കിലും ഇറച്ചി കിട്ടുന്ന വാക്ക് പട്ടി നോക്കിക്കണല്ലോ. കുറച്ചു നേരം നോക്കി തിരിച്ചിട്ട് പോകുന്നുള്ളൂ. അച്ഛനെടുത്ത് കിണറ്റിലോട്ട് എടുത്ത് ചാടി. അയ്യോ അച്ഛാ എന്ത് പണിയാ അച്ഛൻ കാണിച്ചത്? കാണാനല്ലോടി. അയ്യോ വായിട്ട് നോക്കി നിക്കാതെ എടുത്ത് ചാടി മനുഷ്യ. ഈ കിണറ്റിലോട്ടാ? പിന്നെ നല്ല ആഴമുള്ള കിണറാണ്, എനിക്ക് നീന്താൻ അറിയില്ല. പിന്നെ ആര് ചാടും? ഞാൻ ചാടുവോ? ഫയർഫോഴ്സിനെ വിളിക്കല്ലെങ്കിൽ. അച്ഛാ എന്തിനാ അച്ഛാ ഇച്ചിരി കോളം ഇറച്ചിക്ക് വേണ്ടിട്ട് അച്ഛനെടുത്ത് കിണറ്റിലോട്ട് എടുത്ത് ചാടിയത്? ഹലോ, ഫയർഫോഴ്സ് അല്ലേ? അതെ, ഇവിടെ ഒരാൾ കിണറ്റി ചാടി. തോപ്പുപടി പോസ്റ്റ് ഓഫീസിലെ അതിന്റെ തൊട്ടിപ്പുറത്തെ വീടാണ്. രവീന്ദ്രന്റെ വീഡിയോ വെച്ചാൽ മതി. ഓക്കെ. അച്ഛാ എങ്ങനെയും കേറി വരുന്നു. അയ്യോ എന്റെ അച്ഛാ. എടീ ഐസ് ഫ്രൂട്ട് പണി അടിക്കുന്നുണ്ട്. ഐസ് മേടിച്ചേ. രവീന്ദ്രന്റെ വീടാണോ? അതെ. എന്റെ അച്ഛനെടുത്ത് കണ്ടി ചാടിയത്. എന്തിനാണ് ആ പുള്ളി കണ്ടി ചാടിയത്? പുള്ളി ഇത്തിരി ഇറച്ചിക്ക് ആക്രാന്തമുള്ള, ഡെയിലി ഇറച്ചി കൊടുക്കണം പുള്ളിക്ക്. ഇറച്ചി കിട്ടാണ്ടായപ്പോ ആ ഒരു സങ്കടത്താൽ എടുത്ത് ചാടിയതാണ്. ഇറച്ചി കിട്ടാത്ത സങ്കടത്തിൽ എടുത്ത് ചാടിയതോ? എന്തൊരു അഹങ്കാരമാണ് അയാളെ കാണിച്ചത്. പിന്നെ നോക്കാം. ഈ കിണറ്റിലാണോ ചാടിയത്? അതെ, ഞാൻ നോക്കാം. ഞാനോ എന്താ സാർ വാടി പിഴിഞ്ഞ പോലെ നോക്കി നിൽക്കുവാണോ? ഒരാള് ജീവൻ രക്ഷിക്കാൻ വേണ്ടി വേണോ താൻ ഇവിടെ വന്നേ? അതെ സാർ. ചാടോ കിണറ്റിലോട്ട് രക്ഷിക്കാം അയാളെ എത്രയും വേഗം. സാറേ എനിക്ക് പറ്റത്തില്ല. എന്താ? എനിക്ക് ചാടാൻ പറ്റത്തില്ല. ഇത് മൊത്തം ശ്വാസം മുട്ട. എനിക്ക് പറ്റത്തില്ല. ശ്വാസം മുട്ടുന്നു? സാറ് ചാട്. ഞാൻ ചാടാനോ? സാറ് ചാടാൻ. ഇവിടെ ഒന്നാമത് എന്റെ ശരീരത്തിൽ ഇറച്ചി കൂടുതലാണ്. ഒരു ഇറച്ചി പ്രാന്തനാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഞാൻ ചെന്നാലുള്ള അവസ്ഥ അറിയാമല്ലോ. ഒരു മിനിറ്റ് സാറേ, ഒരു മിനിറ്റ്. ഇടയ്ക്ക് ഫോണും വരുന്നത് എന്ത്? ഹലോ, എന്റെ പൊന്ന് ലില്ലുക്കുട്ടി ഇപ്പോഴും വിളിക്കല്ലേ. ഞാൻ ഡ്യൂട്ടിയില്. അയ്യോ സാറേ, എന്റെ മൊബൈൽ പോയി സാറേ. 19,000 രൂപ എടുത്ത് വാങ്ങിച്ചു. എന്റെ മൊബൈലാ സാറേ. എന്റെ മൊബൈൽ പോയി സാറേ. മൊബൈൽ പോയോ? എന്തായാലും തന്റെ മൊബൈൽ കിണറ്റി വീണില്ലേ? അതെ. അതെന്തായാലും തിരിച്ചു വേണമല്ലോ. അത് വേണം സാറേ. എന്നാ പോയി മൊബൈൽ എടുക്ക, അല്ലെ അത് പോകും. പോണോ? ശരി. കൂട്ടത്തിൽ അയാളെ കൂടെ തൂക്കിയെടുത്ത് കരക്കോട്ടിട്ട് കേട്ടോ. ഓക്കെ സാറേ. നോക്ക്. ഒന്നും പേടിക്കണ്ട. പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭ്യാസിയാണ്. ഞാൻ എല്ലാ ഈ സാഹസങ്ങളും ഞാൻ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒന്നും വേണ്ട, പുള്ളി രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നുള്ളൂ. കിട്ടി സാറേ. കിട്ടി. ഒന്നും കാണാൻ പറ്റില്ല തന്നെ. പിടിച്ചോ. പുള്ളിയാ ഭയങ്കര അഡ്വാൻസ് ആണല്ലോ. സഞ്ജയനം കഴിഞ്ഞ ചിതാഭസ്മം റെഡിയാക്കിയിട്ടാണ് പുള്ളി പോയത്.
ഇത് അച്ഛന്റെ ചിതാഭസ്മൊന്നുമല്ല, ഇത് അമ്മയുടെ ചിതാഭസ്മാണ്. അമ്മയുടെ അമ്മ മരിച്ചപ്പോഴുള്ള ചിതാഭസ്മാണ്. അയ്യോ ഇത് ഒഴുക്കാൻ വേണ്ടിയല്ലേ അച്ഛൻ അന്ന് കാശിക്ക് പോയത്? ആ പുള്ളി ആ കാശ് അടിച്ചു മാറ്റിയിട്ട് ഈ കിണറ്റിൽ കൊണ്ട് തള്ളിയേക്കേ സാധനം. ആ ബെസ്റ്റ്. സാറേ എടോ ഇതിനകത്തൊന്നും കാണുന്നില്ല സാറേ. എടോ നോക്കടോ, ശരിക്കും നോക്കടോ. എന്റെ പൊന്നു സാറേ, നോക്ക. ഞാൻ ക്ഷമയുടെ നെല്ലിപ്പലക എണ്ണിക്കൊണ്ടിരിക്കുവാ. നീ ഇങ്ങനെ കിടന്ന് കരയല്ലേ നീ? സാറേ ഒന്ന് നോക്കിയോ, ഞാൻ ഇവിടെ ഒന്നും കൂടെ കിടത്തട്ടെ. നീ വന്നേ, നീ ഇങ്ങനെ കരഞ്ഞതിന്റെ ശരിയാവണ എങ്ങനെയാണ്? ഒന്ന് നോക്കടാ. പിടിച്ചോ? ആ, നോക്കട്ടെ. എന്തെങ്കിലും ഉണ്ടോ? വല്ല രക്ഷയുണ്ടോ? ആളുണ്ടോ അവിടെ? ഒരു രക്ഷയില്ല സാറേ. ആ നെല്ലിപ്പലക ഒന്ന് ഇളക്കി നോക്ക്. എന്റെ പൊന്നു സാറേ, ഞാൻ ഇവിടെ കിടന്ന് നെല്ലിപ്പലക ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുവാ. ഹലോ, ഏ? എന്താ സംഭവം? ഒരു കിളവച്ചാര് കിണറ്റി ചാടി. അയ്യോ അങ്ങനെ ആരും ചാടിയിട്ടില്ല. ചാടിയെന്നതേ ഈ വീട്ടിലെ ആളാ വിളിച്ചു പറഞ്ഞു. അയ്യോ ചാടിയ കിളവച്ചാരാണ് ഞാൻ തിരിച്ചു വന്നു. പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? എടാ, ഇതിനകത്ത് ഒരാള് തന്നെ തിരക്കി പോയത് അറിയാമോ? ആ? അല്ല ഞാൻ അല്ല, അയാളെ കണ്ണു വെട്ടിച്ച സാധനത്തിനാണ് മേളിലോട്ട് കയറി വന്നത്. അയ്യോ ഞാൻ ചാടിയില്ല, ചാടാൻ പോകുന്ന പോലെ കാണിച്ചതേ ഉള്ളൂ. എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ. ഞങ്ങളെ വിളിച്ചത് കിണറ്റിൽ കിടന്ന ആളിനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അതെ. ഞാൻ അത് ശരിയാവത്തില്ല. എന്താണ്? ഒന്നീ ചാടുക, അല്ലെ ഞാൻ എടുത്ത് കിണറ്റിയിടും. അയ്യോ എടി കൊച്ചേ, എടി മോളെ, എടി അത് പറയാൻ പറ്റില്ല. മോളെ, എടി അല്ലല്ല, ഞങ്ങൾക്ക് ഇങ്ങോട്ട് വാടി, എടി, എന്നെ കിണറ്റിലിടാൻ പോകുന്നില്ലേ കൊച്ചേ? ഒരാളെ കിണറ്റിൽ ഇങ്ങോട്ട് വേണ്ടടാ. കൊച്ചേ, പൊന്നേ. ആ, അതെ, അച്ഛൻ എന്ത് പണിയാ അച്ഛൻ കാണിച്ചത്? അയ്യോ, ഒത്തിരി എനിക്കൊരു പണി പെട്ടു കേട്ടോ. കുഴപ്പം. കരക്കെത്തിക്കാൻ ഒത്തിരി പണി പെട്ടാ പയ്യൻ. ഞാനെങ്ങും പോയിട്ടില്ലെന്ന്. പിന്നെ അച്ഛൻ എവിടെ പോയി കരുത്ത്? എനിക്ക് ഇറച്ചി വേണം വേണം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പറ്റത്തില്ലല്ലോ. അപ്പൊ അതിനു വേണ്ടി ഒരു സെറ്റപ്പ് ഉണ്ടാക്കാനാണ് ഞാൻ പോയത്. ഓഹോ, അപ്പൊ അച്ഛൻ ഹോട്ടൽ തുടങ്ങാനുള്ള പരിപാടിയാണല്ലേ? ഹോട്ടലിൽ നിന്നും അല്ല തുടങ്ങിയത്. ആ വേറെ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കൊരു കാര്യം, രണ്ടുപേരും ഇന്ന് ഇവിടെ ഇറങ്ങണം. ഇന്ന് ഇവിടെ ഇറങ്ങിക്കോണം. എനിക്ക് എന്റെ രീതിക്കുള്ള ഈ ജീവിത രീതിയാ. എന്താണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്? സാവിത്രി, അച്ഛൻ അങ്ങനെ ഒരു കരുത്ത് തീരുമാനം എടുക്കേണ്ടി വന്നു. സാവിത്രി ഇവിടെ ആകുമ്പോ എനിക്ക് എന്റെ ആവശ്യത്തിന് എന്തെങ്കിലും ചൂടുവെള്ളോ ഇത്തിരി പച്ചവെള്ളോ ഇത്തിരി ഇറച്ചോ ഇത്തിരി ബീഫോ ഒക്കെ ഇല്ലേടി അതെ എല്ലാം അങ്ങനെ ഉണ്ടാക്കി തരും. കുഞ്ഞമ്മ എന്താ ഇവിടെ നിന്ന്? ഞാനൊരു കല്യാണത്തിന് വന്നാടാ. ആരുടെ കല്യാണത്തിന്? ഞങ്ങളുടെ കല്യാണം. അയ്യോ നിങ്ങൾ തമ്മിൽ അറിയുമോ? പിന്നെ എന്റെ കുഞ്ഞമ്മയാണത്. ആണ്ട് കിടക്കുന്നത്. അപ്പൊ നമ്മള് ബന്ധുക്കാരായി. ബാ അകത്ത് ഫാൻ നോക്കിയിട്ട് സംസാരിക്കാം. ഏത് ഫാനും? ഫാനും അല്ലേ, ഫാൻ ഇട്ട് ഫാന് ഒന്ന് താനൊന്നും പറയണ്ട. കുഞ്ഞമ്മേ, മര്യാദക്ക് വീട്ടിലോട്ട് പോകാനാണ് പറഞ്ഞത്. നീ പോടാ, നീയും ഭാര്യയും മക്കളും കൂടി എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി അനാഥാലയത്തിൽ കൊണ്ട് ആക്കിയതല്ലേ. എന്നിട്ട് എനിക്കിപ്പോ ഒരു കുടുംബജീവിതം പാവം വന്നെന്ന് വർത്താനം പറഞ്ഞു പോ. അയ്യോ, ഇപ്പൊ ഒരു കുടുംബജീവിതം വന്ന് മര്യാദക്ക് വീട്ടിലോട്ട് പോവാ. അച്ഛാ കേറി പോവാൻ നോക്കി. അച്ഛൻ എന്ത് പണിയായി കാണിക്കുന്നത്? എന്റെ കുഴപ്പമൊന്നും, ഞാൻ എന്റെ കാര്യം വിളിച്ചിട്ട് ഈ വസ്തുവും ഈ വീടും എന്റെ പേരിലാണ്. നിങ്ങൾ രണ്ടുപേരും അടങ്ങി ഒതുങ്ങി എന്റെ കൂടെ നിൽക്കാമെന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ രണ്ടുപേരും ഇവിടെ നിന്ന് ഇറങ്ങാം. ഇവരെ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ അവരെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. താങ്കളുടെ മനസ്സിലിരിപ്പ് കൊള്ളാം. അപ്പൊ നിങ്ങൾക്കൊരു ദാമ്പത്യ ജീവിതമല്ല. എന്റെ കുഞ്ഞമ്മയെ ഇവിടെ ഒരു ഹോം നേഴ്സായിട്ട് നിർത്താനാണ് ആഗ്രഹം. കുഴപ്പമില്ല, ഞാൻ സമ്മതിച്ചു. പക്ഷേ ഒരു 15,000 രൂപ ശമ്പളമായിട്ട് കൃത്യം മാസാമാസം എന്റെ അക്കൗണ്ടിലോട്ട് ഇടണം. എന്ത് കാര്യത്തിന്? ഹോം നേഴ്സിന്റെ ശമ്പളം. ഒന്ന് പോടോടുന്നത്. എന്ത്? എന്റെ അച്ഛൻ ഇവരെ കെട്ടണക്കില്ല, സ്ത്രീധനമായിട്ട് നിങ്ങളാണ് എന്റെ അച്ഛൻ ഒരു തുക തരേണ്ടത്. അത് എന്റെ കയ്യിൽ തരണം. അതെ, പെണ്ണിന്റെ വീട്ടുകാരാ തരേണ്ടത്. ആ ഇതിലൊക്കെ സ്ത്രീധനം എന്നല്ല പറയുന്നത്, പിന്നെ വാർദ്ധക്യ പെൻഷൻ എന്ന് പറയണം. എന്തെങ്കിലും ആയിക്കോട്ടെ, അതിവിടെ കിട്ടണ ചെക്ക്. സ്ത്രീധനം ഒന്നും തരാൻ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് നിവൃത്തിയില്ല. എന്നാ നമുക്ക് ഈ കല്യാണം ഇവിടെ വെച്ച് ഒഴിയാം. വേണ്ട. അച്ഛ അകത്ത് കയറി പോവച്ചാ. കുഞ്ഞമ്മ വാ. നിന്റെ ട്രിക്ക് നിന്റെ ഈ വെച്ചാൽ മതി. ഇത് നടക്കത്തില്ല. ഞാൻ ഒരുപാട് തപ്പി പിടിച്ചോണ്ട് വന്നാ നീ നിന്റെ കാര്യമല്ല. ഞാൻ ഇപ്പോഴും ഒന്നുകൂടെ പറഞ്ഞു, നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഇവിടെ നിൽക്കാനാണെങ്കിൽ നിൽക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. എന്ത് തീരുമാനിച്ചു? എടീ വന്നേ, തൽക്കാലം സമ്മതിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളോട് ഇറക്കി സാരില്ല. അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ. ഞാൻ സംസാരിക്കാം. എന്തെങ്കിലും ആവട്ടെ, അച്ഛൻ്റെ ഇഷ്ടം നടക്കട്ടെ. അച്ഛൻ്റെ തോന്നിയാസോണ്ട് ഇവിടെ നടക്കണത്. ഈ കല്യാണത്തിന് ഞങ്ങൾ അംഗീകരിച്ച്. ഓക്കെ, അത് മതി. നമുക്ക് എന്ന് കല്യാണം നടത്താൻ പറ്റും? അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം 27-ാം തീയതി നടത്താം. അത്രയും വരെയൊക്കെ നീട്ടിക്കൂട്ടാൻ പറ്റുമോ? എനിക്ക് അന്നേ ലീവുള്ളൂ. ശരി, 27 വരെ കല്യാണം നമുക്ക് എല്ലാവരും വിളിച്ചുകൂട്ടി സദ്യയായിട്ട് നടത്താം. അപ്പൊ എല്ലാവരും വിളിച്ച് നമുക്ക് ഗംഭീരമായിട്ട് കല്യാണം നടത്താം. അപ്പൊ ശരി, അപ്പൊ നമുക്ക് കല്യാണത്തിന് കാണാം. ശരി. ആ. അല്ല, ആരാ വിളിക്ക? ആരാത്? ആരാ വിളിക്കുന്നത്? അയ്യോ, എന്റെ കൂടെ ഒന്ന് ഓമനക്കുട്ടൻ. ഓമനക്കുട്ടാ, നിനക്ക് എന്തെങ്കിലും പറ്റിയോടാ? ഒന്നും പറ്റിയില്ല സാറേ. ഇത്രയും നേരം ഇതിനകത്ത് എന്തെടുക്കുമായിരുന്നു നീ? സാറേ, ഇവിടെ അങ്ങ് തപ്പിയിട്ട് ഒന്നും കിട്ടിയില്ല സാറേ. ഇവിടെ അങ്ങ് ആരും ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ സാറേ, ഇതിനകത്ത് ഇറങ്ങിയിട്ട് എനിക്കൊരു ഗുണമുണ്ടായി. എന്നെ ഈ മൊബൈൽ കിട്ടി. അയ്യോ, മൊബൈൽ ആ മൊബൈൽ. ഓ, നിറച്ചും വെള്ളം വന്നല്ലേ സാറേ. ഒരു മിനിറ്റ് സാറേ, ആ സാറിന്റെ മൊബൈൽ ഇങ്ങോട്ട് തരാവോ? പെട്ടെന്ന് കെട്ടിയേക്കണം, പൈസ അധികം ഇല്ല അതിനകത്ത്. ആ, ഇനി സാർ ഇറങ്ങി തപ്പു.